ഇന്ന് ഞാനൊരു ട്രിപ്പ് പോവാണ്, ഫിൻലൻഡിൽ നിന്നും സ്വിറ്റ്സർലൻഡിലേക്ക്. രാവിലെ എണീറ്റ് പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് പെട്ടെന്ന് ചെറിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി, അത് കഴിച്ചു. ഇനി പെട്ടെന്ന് റെഡിയായിട്ട് എയർപോർട്ടിലേക്ക് പോകണം. രാവിലെ 8 മണിക്കാണ് ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 6 മണിയൊക്കെ കഴിയുമ്പോഴത്തേക്കും എയർപോർട്ടിലെത്തണം. പോവാല്ലേ? ടാക്സി ബുക്ക് ചെയ്തായിരുന്നു രാവിലെ. വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂറുണ്ട് എയർപോർട്ട്. ഇതാണ് ഹെൽസിങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ട്. ഞാൻ ഓസ്ട്രേലിയയിലായിരുന്നപ്പോഴേ പ്ലാൻ ചെയ്തതാണ് ഒരു സ്വിറ്റ്സർലൻഡ് ട്രിപ്പ്. പക്ഷേ അന്ന് കോവിഡൊക്കെ വന്ന് പിന്നെ അത് ക്യാൻസൽ ചെയ്യേണ്ടി വന്നു. അത് രാവിലെ ആയതുകൊണ്ട് വലിയ ആളൊന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് സെക്യൂരിറ്റിയും ചെക്കിനും ഒക്കെ കഴിഞ്ഞ് വെറുതെ ഒന്ന് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിലൊന്ന് കയറി. നമുക്ക് പോകേണ്ട ഫിൻഎയർ ഫ്ലൈറ്റിലാണ്. അതിൻ്റെ ഗേറ്റ് നമ്പർ 25. സ്വിറ്റ്സർലൻഡ് ഒരു ഷെങ്കൻ കൺട്രി ആയതുകൊണ്ട് പാസ്പോർട്ട് ചെക്കിംഗ് ഒന്നും ഇല്ലായിരുന്നേ. അതുകൊണ്ട് കുറച്ച് സമയം അവിടെ സേവായി. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ് ഫിൻഎയർ. സ്വിറ്റ്സർലൻഡ് ഷെങ്കൻ കൺട്രി ആണെങ്കിലും യൂറോപ്യൻ യൂണിയൻ്റെ ഭാഗമല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫിൻലൻഡിൽ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് പുതിയ സിം വേണ്ടി വരും, അല്ലെങ്കിൽ റോമിങ്ങിന് പൈസയാവും. ഫ്ലൈറ്റ് ഏതായാലും കറക്റ്റ് സമയത്തിനായിരുന്നേ. ഫിൻലൻഡിൽ ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ മരങ്ങളും ചെടികളും ഒന്നും ഇതുവരെ കിളിച്ചു തുടങ്ങിയില്ല. എല്ലാം ഇപ്പോഴും നല്ല ഡാർക്ക് ഗ്രേ കളറിലായിരിക്കുന്നത്. ഹെൽസിങ്കി ടു സ്യൂറിക് ഫ്ലൈറ്റ് ടൈം 2.5 മണിക്കൂറായിരുന്നു. ഒന്ന് കണ്ണടച്ച് തുറന്നപ്പോഴത്തേക്കിനും എന്താ സ്യൂറിക് എത്താറായേ. എന്തൊരു വ്യത്യാസമാണ് നോക്കിയാൽ ഹെൽസിങ്കിയും സ്യൂറിക്കും തമ്മിൽ. ഇവിടെ എല്ലാം ഗ്രീനായി തുടങ്ങി ഓൾറെഡി. ഹെൽസിങ്കിയിലെ രാവിലത്തെ ടെമ്പറേച്ചർ 2 ഡിഗ്രി ആയിരുന്നു. ഇവിടെ ഇപ്പം 20 ഡിഗ്രിയാണ്. അപ്പോൾ വെൽക്കം ടു സ്യൂറിക്. ലഗേജ് ക്ലെയിം ചെയ്യാൻ വന്നതാണ്. അധികം സമയമൊന്നും എടുത്തില്ല. ഞാൻ വന്നു കഴിഞ്ഞൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ലഗേജ് വന്നു. ഇനി നമുക്ക് പോകേണ്ടത് റെൻ്റൽ കാറിൻ്റെ അടുത്തോട്ടാണ്. ഇവിടുത്തെ സൈനൊക്കെ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നി. അതുകൊണ്ട് കുറച്ച് ചുറ്റേണ്ടി വന്നു. അപ്പം അങ്ങനെ നമ്മൾ കാറൊക്കെ എടുത്ത് പതുക്കെ സ്യൂറിക്കിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് തുടങ്ങിയ. കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഇവിടുത്തെ വ്യൂ കണ്ടോ? അങ്ങനെ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും ബാക്ക് ടു ജേർണി. ഇതും അങ്ങ് ദൂരെ കാണുന്നതാണ് സ്വിസ് ആൽപ്സ്. എന്തൊരു ഭംഗിയാണ്. ഏപ്രിൽ അവസാനം ആയതുകൊണ്ട് സ്നോ ഒക്കെ എപ്പോഴും ഉണ്ട് മുകളിൽ. മുഴുവനും മെൽറ്റ് ചെയ്തില്ല. അങ്ങനെ സ്യൂറിക്കിൽ നിന്നും 1.5 മണിക്കൂർ ഡ്രൈവ് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ഹോട്ടലിലെത്തി. ഇത് ഇൻ്റർലാക്കൻ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇതാണ് നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ. അടിപൊളിയല്ലേ? അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.